ജോബ് കഴിഞ്ഞ് സ്ട്രെസ് റിലീഫ് ചെയ്യാനൊരു പ്ലാൻ, ബീച്ചും ഐസ്ക്രീമും. നല്ല പ്ലാൻ അല്ലേ? പക്ഷേ ഈ പ്ലാനിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്. ചേട്ടായിക്ക് ഇന്ന് ഡേ ഓഫ് ആയിരുന്നു. സോ ജോബ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി ഹോസ്പിറ്റലിലെത്തി. നമുക്ക് പോകാനുള്ള ബീച്ച് അടുത്തായതുകൊണ്ട് ഞങ്ങൾ നേരെ ബീച്ച് സൈഡിലുള്ള ഐസ്ക്രീം സ്പോട്ടിലേക്ക് പോയി. സിമ്പിൾ ആണെങ്കിലും ഈ ബീച്ച് സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ. നമ്മളെപ്പോലെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവരല്ല ഇവിടെ ഉള്ളത്. ഇതേപോലെ ജോഗ് ചെയ്യാൻ വേണ്ടിയിട്ടും വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ സം പീപ്പിൾ ഈവൻ ടേക്ക് ദെയർ ഡോഗ്സ് ഔട്ട് ഫോർ എ സ്ട്രോൾ. അത് പറഞ്ഞു വന്നപ്പോൾ ഈ ഗ്രൂപ്പിനെ കണ്ടത്. ഇവർ ലോൺ ബോൾസ് കളിക്കുകയാണേ. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗെയിം കാണുന്നത്. ഭയങ്കര സ്ലോ ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഗെയിം ആണെന്ന് തോന്നുന്നു. ആ ബ്ലാക്ക് ബോൾസിനെ വെച്ച് ആ ചെറിയ വൈറ്റ് ബോൾ കാണുന്നില്ലേ, അതിനെ അടുത്താക്കാൻ ട്രൈ ചെയ്യുകയാണെന്നാ തോന്നുന്നേ. നോ ഐഡിയ. എല്ലാവരും ഭയങ്കര ഫോക്കസ്ഡ് ആണ്, എന്നാൽ ഒരു ചിൽ അറ്റ്മോസ്ഫിയറുമാണ്. ഞങ്ങൾ അവിടെ നടന്നെത്തിയപ്പോഴത്തേക്കും ഓണർ അവിടെ ഉണ്ടായി. പക്ഷെ ഐസ്ക്രീം സ്പോട്ട് ക്ലോസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇന്നിനി എന്തായാലും അത് നടക്കത്തില്ല. അന്നേരം ഇതാണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പൂളിൽ ഓൾഡ് കപ്പിൾസ് വന്നിട്ട് റിമോട്ട് ബോട്ട് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ എന്നാണേലും ഇറങ്ങിയതല്ലേ, അപ്പോൾ എന്നതെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ചേട്ടയുടെ കസിൻസ് വന്നപ്പോൾ പോയൊരു സ്പോട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഷോപ്പ്. ഇവിടെ ചെന്നിട്ട് ഒരു ചിക്കൻ ഡോണർ കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് ഫുള്ളായി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. എനിക്ക് ഏറ്റവും ഇഷ്ടതാണ്ട് ഈ റെഡ് ചില്ലി സോസാണ്. ഭയങ്കര സ്പൈസിയാണ്. ഓഹ്. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സൂര്യൻ ബൈ ബൈ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞു. എന്നിട്ട് നേരെ വീട്ടിലെത്തി ഐസ്ക്രീമും കഴിച്ചു.